എനിക്കെന്തോ ഇവിടുന്ന് കിട്ടുന്നുണ്ട് ക്ലാസ്സിന് വരുമ്പോൾ ഒരു എന്താ പറയാ എന്തോ ഒരു സാധനം ഇവിടെ കിട്ടുന്നുണ്ട്, അതുകൊണ്ടാണ് വരുന്നത്. അല്ലെങ്കിൽ ഇത്തിരി യാത്ര ചെയ്തിട്ട് വരേണ്ട ഒരു ആവശ്യമില്ല. ഒരു ആള് കിണറ്റിൽ വീണിട്ടുണ്ടെങ്കിൽ കിണറിൽ ഇറങ്ങിയിട്ട് കൈ പിടിച്ച് പൊക്കി പുറത്തേക്ക് എടുത്തു കൊടുക്കുകയാണ് സക്സസ്ഫുള്ളി ചെയ്യുന്നത് എന്നുള്ളത് പക്ക ഡയറക്റ്റീവ് അപ്രോച്ച്. ഞാൻ എറണാകുളത്താണ് പോയിട്ട്, അപ്പോൾ അവിടുന്ന് ക്ലാസ്സിൻ്റെ ശനി ഞായറാണല്ലോ, ശനി ഞായർ തിങ്കളാണ് ക്ലാസ് നടക്കുക. അപ്പോൾ ഞാൻ അവിടുന്ന് വെള്ളിയാഴ്ച ക്ലാസ്സും കഴിഞ്ഞിട്ട് വൈകുന്നേരം അവിടുന്ന് കയറും കോഴിക്കോട്ടേക്ക് കോഴ്സിന്. അപ്പം ശനിയാഴ്ച രാവിലെ മുതൽ ക്ലാസ്സിന് ക്ലാസ് കേൾക്കാനും അതിന് വേണ്ടിയിട്ട് മാത്രമാണ് വരുന്നത്. നമുക്ക് തന്നെ ഒരുപാടുണ്ട് ഗൾഫിൽ നിന്നൊക്കെ നമ്മളെ ക്ലാസ് കോഴ്സൊക്കെ നടക്കുന്ന അഡ്വാൻസ് ഒക്കെ നടക്കുന്ന സമയത്ത് ലീവ് എടുത്ത് 5 days ഒക്കെ ആളുകൾ വരാറുണ്ട്. ഏത് തെറാപ്പി എടുക്കുകയാണെങ്കിലും സിസ്റ്റമാറ്റിക് ആയാലും CBT ആയാലും NLP ലെവലിലുള്ള സ്പീച്ച് തെറാപ്പി ആയാലും റിസൾട്ട് വേണമെങ്കിൽ ആദ്യം എൻ്റെ ഉള്ളിൽ അത് അപ്ലൈ ചെയ്യണ്ടായി. എൻ്റെ പ്രശ്നങ്ങൾ അത് മാറ്റിയിട്ട് എൻ്റെ ആങ്കർ, എൻ്റെ പേടി അതിനൊക്കെ മാറ്റിയാലേ ധൈര്യം കിട്ടുള്ളൂ. ഒരു ഫോബിയ എന്നുള്ള ഒരു കേസിന് തന്നെ നമുക്കൊരു 7-8 സെക്ഷൻ മിനിമം വേണം. ആ സെയിം സാധനമാണ് സാറിൻ്റെ ഒരു 1-2 ചില കേസിന് ഒരു സെഷനിൽ തന്നെ അത് സോൾവ് ആവും. ചില കേസിന് 2 സെഷൻ വേണ്ടത്. ആ 2 സെഷൻ ഒരു 7ഉം 2ഉം തമ്മിലുള്ള ഡിഫറൻസ് ഉണ്ടല്ലോ. നമസ്കാരം. ഇന്ന് നമ്മുടെ സക്സസ് വാലി സ്റ്റുഡിയോയിൽ എത്തിയിട്ടുള്ളത് കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് അബ്ദുൽ ഹാദി സാറും അതേപോലെ തന്നെ കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് ഹാഷിം സാറുമാണ്. അപ്പൊ നമ്മുടെ സക്സസ് വാലിന്റെ സ്റ്റുഡിയോയിലേക്ക് രണ്ടുപേരെയും സ്വാഗതം ചെയ്യാണ്. താങ്ക് യു. ഹാദി സാർ ഒന്ന് പരിചയപ്പെടുത്താമോ? ഓക്കെ, എൻ്റെ പേര് അബ്ദുൽ ഹാദി, കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് ആണ്. സക്സസ് വാലിയിൽ ഒരു 9 വർഷത്തോളമായിട്ട് സക്സസ് വാലിയിലുണ്ട്. ഞാൻ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് എൻ്റെ ഉള്ളിലേക്കാണ്. എൻ്റെ ഉള്ളിലുള്ള എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെയാണ്. കോൺഫിഡൻസ് ബൂസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിലും കുട്ടികളെ ഡെവലപ്പ് ചെയ്യുന്ന മേഖലയിലാണ് നിലവിലുള്ളത്. അവരുടെ അക്കാഡമിക്സും കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്യാനുള്ള മേഖലയിലാണുള്ളത്. കൺസൾട്ടേഷൻ ചെയ്യുന്ന സമയത്ത് റിലേഷൻഷിപ്പ് ഇഷ്യൂസ് ഒക്കെയാണ് കൂടുതൽ നോക്കുന്നത്. ഹാഷിം സാർ ഒന്ന് പരിചയപ്പെടുത്താമോ? എൻ്റെ പേര് ഹാഷിം, ഞാൻ കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യാണ്. ഇപ്പം നിലവിൽ ഒരു സ്പെഷ്യൽ സ്കൂള് സൈക്കോളജിസ്റ്റ് ആയിട്ട് ഇപ്പം വർക്ക് ചെയ്യാണ്. അപ്പം എൻ്റെ നാട് വരുന്നത് കണ്ണൂർ ജില്ലയിലെ തലശ്ശേരി എന്നുള്ള സ്ഥലത്താണ്. അപ്പം മൊയ്നു സാറിൻ്റെ കൂടെ സക്സസ് വാലിയിൽ ഏകദേശം ഒരു 13-14 വർഷമായിട്ട് ഞാൻ സാറ് കൂടെ ഉണ്ട്. ട്രെയിനിങ്ങിലും തെറാപ്പിസ്റ്റും ഇതൊക്കെ ആയിട്ട് സാറ് കൂടെ ഉണ്ട്. ഒരു 14 വർഷം, ഏകദേശം 2013-14 ആ സമയത്താണ് ഞാൻ വന്നത്. ഫസ്റ്റ് വന്നത് ആ സമയത്താണ്. അപ്പൊ എനിക്ക് സാറിനോട് ആദ്യം ചോദിക്കാം, എങ്ങനെയായിരുന്നു സർ നമ്മുടെ സക്സസ് വാലിയിലോട്ടുള്ള ഒരു ജേണി എന്ന് പറയുന്നത് സാറിന്റെ? ഞാൻ സക്സസ് വാലിയിലേക്കുള്ള ജേണി എന്ന് പറയുന്നത്, ഞാൻ ഒരു കഥ പോലെ തന്നെ അറിയാം. ഞാൻ ചെറുതിൽ 8ാം ക്ലാസ്സിലോ 9ാം ക്ലാസ്സിലോ പഠിക്കുന്ന സമയത്ത്, ഏകദേശം 9ാം ക്ലാസ്സിൽ തലശ്ശേരി പള്ളിയുണ്ട്. അപ്പം എൻ്റെ പെങ്ങളെ ഭർത്താവും എല്ലാം ഒരുമിച്ച് പോയതാ, ജുമക്ക് പോയതാ. ജുമക്ക് പോയപ്പോൾ അവിടുന്ന് അതിൻ്റെ പള്ളീൻ്റെ മുന്നിൽ തന്നെ കോമ്പൗണ്ടിൽ തന്നെ മറ്റേ ബുക്ക് സ്റ്റാൾ പോലെ ഉണ്ട്. എല്ലാ ബുക്കും കട കിട്ടും. ഞാൻ ജസ്റ്റ് ഇപ്പം എൻ്റെ പെങ്ങളെ ഭർത്താവ് എല്ലാം അങ്ങോട്ട് പോയപ്പോൾ ഞാൻ ജസ്റ്റ് പോയതാ. എൻ്റെ ഫസ്റ്റ് കണ്ണ് പോയത് ബന്ധങ്ങളുടെ മനഃശാസ്ത്രം എന്നുള്ള ആ ബുക്കിലേക്കാണ് എൻ്റെ കണ്ണ് ഫസ്റ്റ് പോയത്. ബുക്കിലേക്കാണ് ഫസ്റ്റ് പോയത്. ആ ഒരു കറുത്ത ബ്ലാക്ക് ചട്ടയുള്ള ഫസ്റ്റ് ബുക്ക് 2009 ആ സമയത്ത് ഇറങ്ങിയ ആ ബുക്കിലേക്കാണ് ഫസ്റ്റ് പോയത്. അപ്പം അതും പിന്നെ വേറെ ഏതൊരു ബുക്കിൽ വേണ്ട. അപ്പം അത് ഞാൻ എടുത്ത് വാങ്ങി. അപ്പോൾ ഉപ്പാൻ്റെ പെങ്ങളെ ഭർത്താവ് പറഞ്ഞിട്ടുണ്ട്, വീട്ടിൽ വന്നിട്ട് പറഞ്ഞിട്ടുണ്ട്, ഈ എന്തുകൊണ്ടാ ബുക്ക് എടുത്തെന്നുള്ള. 8ാം ക്ലാസ് 9ാം ക്ലാസ് പഠിക്കുന്ന സമയം എന്തുകൊണ്ട് മനഃശാസ്ത്രം അങ്ങനെ എടുത്തതെന്നുണ്ട്. അപ്പം അങ്ങനെ അത് വായിച്ച് തുടങ്ങി, കംപ്ലീറ്റ് ചെയ്തില്ല, വായിച്ച് തുടങ്ങി. പിന്നെ ഇങ്ങനെ മെല്ലെ മെല്ലെ വായിച്ച്. അപ്പം ഇതിൻ്റെ ബാക്ക് സൈഡിൽ ഈ ക്ലാസ്സിനെ പറ്റിയിട്ടുണ്ടായിരുന്നു, NLP ട്രെയിനിങ് എന്നുള്ള ക്ലാസ്സിനെ പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ അന്ന് തീരുമാനിച്ചു, എന്തെന്നറിയില്ല, NLP എന്താണെന്നും ഒന്നും അറിയില്ല. അപ്പം അന്ന് ഈ ഒരു ക്ലാസ് പങ്കെടുക്കണമെന്നുള്ള ആ ബുക്ക് വായിച്ചിട്ട് ആ ക്ലാസ്സിൻ്റെ കൂടെ ക്ലാസ്സിൽ പങ്കെടുക്കണമെന്നുള്ളൊരു നിയത്തുണ്ടായിരുന്നു. ബുക്ക് വായിച്ചിട്ടാണ് കുറെ ആൾക്കാർ ശരിക്കും ക്ലാസ്സിലേക്ക് അപ്പം അങ്ങനെയാണ് ആ ബുക്ക് ഞാൻ വായിച്ച്. പിന്നെ ആ സമയത്തൊന്നും എനിക്ക് പോകാൻ പറ്റിയില്ല. പിന്നെ ഏകദേശം +1 +2 കഴിഞ്ഞ് അതുവരെ ഇങ്ങനെ ഈ സൈക്കോളജിനോട് എന്തൊരു താല്പര്യമുണ്ട്. അപ്പം അങ്ങനത്തെ ബുക്കാണ് കൂടുതലും വായിക്കുന്നത്. സാറ് ബുക്കും ബന്ധങ്ങളുടെ മനഃശാസ്ത്രമാണ് ഞാൻ ആ സമയത്ത് വായിച്ചത്, വേറെ ബുക്കൊന്നും വായിച്ചില്ല. ആ ഫസ്റ്റ് അത്. അപ്പം
അങ്ങനെ 2013 തോന്നുന്നു ഇങ്ങനെ ഒരു ക്ലാസ്. പിന്നെ ഞാനത് മറന്നുണ്ട്. പിന്നെ എങ്ങനെയോ ഉമ്മാമാൻ്റെ ആങ്ങള ക്ലാസ്സിന് വന്നിട്ടുണ്ടായിരുന്നു, അബൂത്തായർക്ക. അങ്ങനെ അപ്പം മൂപ്പര് വന്നിട്ടുണ്ടായിരുന്നു ക്ലാസ്സിൽ. അപ്പം മൂപ്പര് വന്ന് അപ്പം ഈ ക്ലാസ്സിനെ പറ്റി ഞാൻ പറഞ്ഞു. അപ്പോൾ ഡിസ്കഷനായി. അപ്പം ഉപ്പാനോട് ഞാൻ പറഞ്ഞു ഇങ്ങനെയുള്ള ക്ലാസ് ഉണ്ട്, ഇപ്പോൾ പോകണമെന്ന്. ഉപ്പ ഇങ്ങോട്ട് പറഞ്ഞെങ്കിൽ കറക്റ്റ് ഓർമ്മയില്ല. ഉപ്പ പറഞ്ഞതാണോ ഇങ്ങനെ ക്ലാസ് ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ ഉപ്പ പറഞ്ഞു ഞാനൊന്ന് പോയിട്ട് നോക്കട്ടെ, എന്നിട്ട് നിനക്ക് അടുത്ത ക്ലാസ്സിന് പോവാം. അങ്ങനെ ഉപ്പ വന്നു ഫസ്റ്റ് ക്ലാസ്സിന് വന്നത് യൂത്ത് ഹോസ്റ്റലിലെ കിങ് ഫോർട്ടിൽ നടക്കുന്നത്. അപ്പോൾ ഉപ്പ പിന്നെ ഉപ്പാൻ്റെ കൂടെ പാവാൻ്റെ വേറൊരു അനിയനുണ്ട്, മൂപ്പര് വന്നിട്ടുണ്ടായിരുന്നു. ഒരുമിച്ചിട്ടാണ് വന്നത്. പിറ്റേത്തെ മാസം യൂത്ത് ഹോസ്റ്റലിൽ നടക്കുന്ന ക്ലാസ്സിന് ബേസിക്കിന് ഫസ്റ്റ് 2013 തന്നെയാന്ന് തോന്നുന്നു, 13-14 കറക്റ്റ് ഓർമ്മയില്ല. പിറ്റേത്തെ മാസം ഞാൻ ക്ലാസ്സിന് വന്ന്, ഞാനും പവൻ്റെ അനിയനും വേറൊരാളും കൂടി ഉണ്ടായിരുന്നു. നമ്മൾ 3 ആൾ വന്ന്. അങ്ങനെ അന്ന് ഈ ഒരു സക്സസ് വാലീൻ്റെ കൂടെ കൂടിയതാണ്. പിന്നെ വരുന്ന ക്ലാസ്സിനൊക്കെ വരാൻ തുടങ്ങി. പിന്നെ ഏകദേശം 2017 വരെ കണ്ടിന്യൂസ് ക്ലാസ്സിനും യൂത്ത് ഹോസ്റ്റലിൽ സ്ഥിരം ഉണ്ടായിരുന്ന ആളാണ്. പിന്നെ കിങ് ഫോർട്ടിലും എല്ലാം സ്ഥിരം കുറ്റിയാണ്. ഏകദേശം ഒരു 10-15 വർഷമായിട്ട് സക്സസ് വാലിന്റെ കൂടെ തന്നെ 15 വർഷമായിട്ട്. അപ്പൊ ഈ സൈക്കോളജി യാത്രയുടെ ഇടയിൽ അക്കാഡമിക്സ് ആയിട്ട് എപ്പോഴാണ്? അക്കാഡമിക്സ് ആയിട്ട് ഞാൻ തന്നെ 2017 അക്കാഡമിക്സ് ആയിട്ട് ഈ താല്പര്യം ഉണ്ടായിരുന്നു. പക്ഷേ നമ്മളൊരു ഈ സൈക്കോളജീനെ അംഗീകരിക്കാത്തൊരു നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. സൈക്കോളജി ഇപ്പം സൈക്കോളജി പഠിക്കുക, മനഃശാസ്ത്രം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ മാനസിക രോഗികളുടെ അങ്ങനെ ഒരു നെഗറ്റീവ് ഇതുണ്ടായിരുന്നു. അപ്പം അത് പഠിച്ചിട്ടൊന്നും കാര്യമില്ല, ഒന്നും വെറുതെ സമയം പോക്ക് അങ്ങനെയുള്ള ഇതായിരുന്നു. പിന്നെ ഫസ്റ്റ് എനിക്ക് ഉപ്പ ഫസ്റ്റ് കൊണ്ടുപോയി ചേർത്തത് അറബി കോളേജിലാണ്, അറബി. അപ്പം അവിടെ നിന്ന് എനിക്ക് താല്പര്യം ഇല്ലാത്തതായിരുന്നു. എൻ്റെ താല്പര്യം ഈ ക്ലോണിങ് മറ്റേ അങ്ങനത്തെ ഒരു ഇതാണ്. ഈ മനഃശാസ്ത്രവും ടെക്നോളജി ഒരുമിച്ച് കൊണ്ടുപോയിട്ട് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാന്നുള്ളൊരു രൂപത്തിൽ ഇന്നത്തെ അപ്പം അതായിരുന്നു എൻ്റെ താല്പര്യം. അങ്ങനെ ഞാൻ ഡിഗ്രിക്ക് താല്പര്യമില്ലാണ്ട് അറബി കോളേജിൽ പോയി ചേർന്ന് 1 കൊല്ലം അവിടുന്ന് മാക്സിമം അവിടുന്ന് എങ്ങനെയെങ്കിലും അവിടുന്ന് പുറത്താക്കണോ എന്നുള്ള രീതിയിൽ നിന്ന്. അപ്പോൾ 1 കൊല്ലം കൊണ്ട് അവിടുത്തെ പ്രിൻസിപ്പൾ പറഞ്ഞു നിനക്ക് താല്പര്യമില്ലാത്ത ആളാണ് ഏരിയയാണിത്, നീ നൈസായിട്ട് വീട്ടിൽ പറഞ്ഞിട്ട് ഇറങ്ങിക്കോ. ഞാൻ അങ്ങനെ ബിടെക്കിന് പോയി. പിന്നെ 2017 സൈക്കോളജി ഡിഗ്രി ബാംഗ്ലൂർ എടുക്കുന്നത്. അപ്പം ഈ ഒരു സമയത്തൊക്കെ ഈ സക്സസ് വാലിൻ്റെ ക്ലാസ്സിനും മൊയ്നുസാറെ ക്ലാസ്സിനും കണ്ടിന്യൂസ് വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ബ്ലെൻഡ് ചെയ്തിട്ട് പോയി, ശരിക്കും ബ്ലെൻഡ് ചെയ്തിട്ട് രണ്ടും മിക്സ് ആയിട്ട് പോയി അല്ല? രണ്ടും മിക്സ് ആയിട്ട് പോയിട്ടുണ്ട്. അപ്പം അങ്ങനെ എനിക്ക് ലീവ് കിട്ടും ക്ലാസ് വെക്കുമ്പോൾ ഞാൻ എറണാകുളത്താണ് പഠിച്ചത് ബിടെക്. അപ്പോൾ അവിടുന്ന് ക്ലാസ്സിൻ്റെ ശനി ഞായറാണല്ലോ, ശനി ഞായർ തിങ്കളാണ് ക്ലാസ് നടക്കുക. അപ്പം ഞാൻ അവിടുന്ന് വെള്ളിയാഴ്ച ക്ലാസ്സും കഴിഞ്ഞിട്ട് വൈകുന്നേരം അവിടുന്ന് കയറും കോഴിക്കോട്ടേക്ക് ബേസിക് കോഴ്സിന്. കണ്ടിന്യൂസ് ആയിട്ട് വരുന്ന സമയത്ത് ഞാൻ എറണാകുളത്ത് നിന്ന് വൈകുന്നേരം കയറിയിട്ട് രാത്രി ഇവിടെ എത്തി. അപ്പം ശനിയാഴ്ച രാവിലെ മുതൽ ക്ലാസ്സിന് ചേരും. പിന്നെ ഞായറാഴ്ച അവിടുന്ന് പിന്നെ എറണാകുളത്തേക്ക് പോകും. ക്ലാസ് കഴിഞ്ഞിട്ട് തിങ്കളാഴ്ച ക്ലാസ് ഉള്ളത് കൊണ്ട്, കോളേജ് ക്ലാസ് ഉള്ളതുകൊണ്ട് എറണാകുളത്തേക്ക് പോകും. പിന്നെ വയനാട് അഡ്വാൻസ് വെക്കുന്ന സമയത്ത് അത് ഇതേപോലെ തന്നെ രാത്രി അവിടുന്ന് കയറിയിട്ട് കോഴിക്കോട് വന്ന്, കോഴിക്കോട് നിന്ന് വയനാട് പോയി. അവിടുന്ന് ക്ലാസ് സാറ് ക്ലാസ് കേൾക്കാനും അതിന് വേണ്ടിയിട്ട് മാത്രമാണ് വരുന്നത്. അതേ തന്നെ റിപ്പീറ്റഡ് ആയിട്ട് അല്ലേ? റിപ്പീറ്റഡ് ആയിട്ട് എല്ലാരും വന്നവരൊക്കെ റിപ്പീറ്റഡ് ആയിട്ട് വരുന്നുണ്ട്. സെയിം ക്ലാസ്സിന് റിപ്പീറ്റഡ് ആയിട്ട് വരാനുള്ള അജീം സാറിന്റെ ഒരു ഇതെന്താ? എനിക്ക് റിപ്പീറ്റഡ് ആയിട്ട് വരാനുള്ള കാരണം എനിക്ക് എന്തോ ഇവിടുന്ന് കിട്ടുന്നുണ്ട്. ക്ലാസ്സിന് വരുമ്പോൾ ഒരു എന്താ പറയാ, എന്തോ ഒരു സാധനം ഇവിടെ കിട്ടുന്നുണ്ട്, അതുകൊണ്ടാണ് വരുന്നത്. അല്ലെങ്കിൽ ഇത്തിരി യാത്ര ചെയ്തിട്ട് വരേണ്ട ഒരു ആവശ്യമില്ല. അപ്പോൾ ഈ ക്ലാസ്സിന് വരുന്ന ഓരോ ക്ലാസ്സിനും ആ ഒരു ഗ്യാപ്പ് കിട്ടുന്ന സമയത്ത് തന്നെ വന്ന് അറ്റൻഡ് ചെയ്ത് പോയി. അങ്ങനെ ഇപ്പൊ എല്ലാ മാസവും നമ്മുടെ ക്ലാസ്സസ് നടക്കുന്നതാണല്ലോ. ബേസിക് കോഴ്സ് ഒക്കെ ഡെയിലി നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നടക്കുന്നുണ്ട്. അപ്പൊ എല്ലാം അറ്റൻഡ് ചെയ്യാന്ന് പറയുമ്പോൾ അതില് എന്തോ സാറിന് ഫീൽ ചെയ്യുന്നുണ്ടാവും. ഞാനെല്ലാം അങ്ങനത്തെ ആളാട്ടോ, എല്ലപ്പോഴും അല്ല നമുക്ക് തന്നെ ഒരുപാടുണ്ട്. ഗൾഫിൽ നിന്നൊക്കെ നമ്മളെ ക്ലാസ് കോഴ്സൊക്കെ നടക്കുന്ന, അഡ്വാൻസ് ഒക്കെ നടക്കുന്ന സമയത്ത് ലീവ് എടുത്ത് 5 days ഒക്കെ ആളുകൾ വരാറുണ്ട്. ഞാൻ PG പഠിക്കുമ്പോ ഒന്ന് പേടിച്ചു. കാരണം അവിടെ ലീവ് കിട്ടണമെങ്കിൽ പിന്നെ കറക്റ്റ്
ലീവ് ലെറ്റർ എഴുതിയിട്ട് 4 ആളെ സൈന് ഇട്ടിട്ട് മാത്രമേ നമുക്ക് പുറത്തു വരാൻ പറ്റുള്ളൂ. പക്ഷെ ആ സമയത്ത് തന്നെ പിന്നെ സക്സസ് വാലിയുടെ ക്ലാസ് പിന്നെ കൗൺസിലിംഗിലേക്ക് മാറിയില്ല ആ സമയത്ത് ആ 2 വർഷം. അതുകൊണ്ട് തന്നെ അതങ്ങനെ അഡ്ജസ്റ്റ് ആയിട്ട് പോയി. ഇത് ഏകദേശം ഞാൻ 14 മുതൽ 17 വരെ കണ്ടിന്യൂസ് ക്ലാസ് ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ഡിഗ്രിക്ക് ബാംഗ്ലൂർ പോയ സമയത്താണ് കുറച്ചൊരു ഗ്യാപ്പ് വന്നത്. എന്നാലും ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് വരും ക്ലാസ്സിന്. എനിക്ക് ഓർമ്മയുണ്ട് ഞാൻ ക്ലാസ് നടന്നപ്പോൾ എവിടെയാന്ന് വെച്ചാൽ ബാംഗ്ലൂരിൽ വന്നെന്ന് പറഞ്ഞു. അപ്പോൾ വന്നിട്ട് നിന്ന് ക്ലാസ്സും കഴിഞ്ഞ് പിന്നെ റിട്ടേൺ ബാംഗ്ലൂരേക്ക് പോകും. അങ്ങനെ ഒരു ഇതായിരുന്നു. പിന്നെ ഒരു ഗ്യാപ്പ് വന്നാൽ ബാംഗ്ലൂർ പഠിക്കാൻ പോയ സമയത്താണ് ഇത് ചെറിയൊരു ഗ്യാപ്പ് വന്നത്. 2017 ആ ഒരു സമയത്ത്. ഹാദി സർ, വെൽക്കം സക്സസ് വാലി. എങ്ങനെയായിരുന്നു സാറിന്റെ സക്സസ് വാലിയിലോട്ടുള്ള ഒരു ജേണി? സക്സസ് വാലിയിലേക്കുള്ളൊരു ജേണി എന്ന് വെച്ച് കഴിഞ്ഞാല് പിന്നെ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയം ഹാഷിം സാർ പറഞ്ഞ പോലെ പഠനത്തിൽ കുറച്ച് ബാക്കൗട്ട് ആയിരുന്നു ഞാൻ. മാത്സും ഫിസിക്സും ബാക്കിയൊക്കെ നല്ല ഹൈ സ്കോറിംഗ് ആണ്. മാത്സ് ഇന്റലക്ച്വൽ ലെവൽ ലോ ആയിരുന്നു. അങ്ങനെ പിന്നെ 10ാം ക്ലാസ്സിൽ എത്തുകയാണ്. അപ്പോൾ 9ാം ക്ലാസ് നല്ല ലോ ആയി. പിന്നെ എങ്ങനെ 10ാം ക്ലാസ് പാസ് ചെയ്യുന്നുള്ളൊരു വിഷയമുണ്ട്. ഒരു ചെറിയ പ്രായമല്ല. അപ്പം ഉമ്മയും ഉപ്പയൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്തു, ജസീഖ് സാർ അടുത്താണ് ഫസ്റ്റ് കൗൺസിലിങ്ങിന് പോയത്. കൗൺസിലിംഗ് സെന്ററിൽ അന്ന് അവിടെ വീട്ടിലായിരുന്നു ഉണ്ടായിരുന്നു. ആശിം സാർ അവിടെ വീട്ടില് ട്രെയിനിങ്. അപ്പൊ അങ്ങനെ പോയപ്പോൾ എനിക്കൊന്നും മനസ്സിലായില്ല. അന്ന് ഇങ്ങനെ എന്തൊക്കെ തെറാപ്പി ചെയ്തിട്ട് ഇമോഷൻസ് ഒക്കെ പുറത്തു പോയി. അന്ന് രാത്രി ഞാൻ വൃത്തിക്ക് ഉറങ്ങി. പഠനവും കാര്യത്തിൽ ഒരു കണക്ഷൻ മനസ്സിലാക്കി എന്താന്നുള്ളത്. അന്ന് അവിടെ ഒരു നായ്ക്കുട്ടി പ്രസവിച്ചിട്ടുണ്ടായിരുന്നു. ആ സെൻട്രൽ സൈഡിൽ നായ്ക്കുട്ടി ഉണ്ട്. അപ്പൊ ഞാൻ ഇങ്ങനെ ഇറങ്ങിയപ്പോ ആ നായ്ക്കുട്ടികളെ നോക്കിയപ്പോ എന്തോ ഒരു സന്തോഷം, എന്തോ ഒരു മനസ്സിനൊരു സമാധാന അവസ്ഥ, കുളിർമ. അങ്ങനെയാണ് അന്ന് വീട്ടിൽ പോയി നന്നായിട്ട് ഉറങ്ങി. പിറ്റേന്ന് സ്കൂളിൽ പോയി. പിറ്റേന്ന് വൈകുന്നേരം എന്താണെന്ന് വെച്ചാൽ നേരെ ബസ് കയറിയിട്ട് ട്യൂഷൻ സെന്റർ ഉണ്ട്, പ്രൊവിഡൻസ് എന്ന് പറഞ്ഞ ട്യൂഷൻ സെന്റർ ഉണ്ട്. അവിടെ പോയിട്ട് അവിടുത്തെ റിസപ്ഷനിസ്റ്റിനോട് ഞാൻ പറഞ്ഞു, ഞാൻ മാത്സിൽ ലോ ആണ്, എനിക്ക് കയറി വരണം, 10ാം ക്ലാസ്സിനാണ്, നെക്സ്റ്റ് എന്താ ചെയ്യാൻ പറ്റും. അവർ പറഞ്ഞു ഇവിടെ ക്ലാസ് ഉണ്ട്, നമ്മൾ ക്ലാസ്സിലേക്ക് വരാം, പക്ഷെ മോനൊരു കാര്യം ചെയ്യണം, നാളെ ഉമ്മാനെയും കൂട്ടിയിട്ട് വന്ന് പറഞ്ഞു. അപ്പോഴും എനിക്കൊന്നും കത്തിയിട്ടില്ലേ, എൻ്റെ ഈ തെറാപ്പിന്റെ മാറ്റമൊന്നും എനിക്ക് മനസ്സിലായില്ല. അങ്ങനെ ഉമ്മ പിറ്റേന്ന് വന്നു. ആ ഉമ്മയും അവര് സംസാരിച്ച് ഞാൻ ട്യൂഷൻ സെന്ററിലേക്ക് കയറി. അങ്ങനെ ഉമ്മ വൈകുന്നേരം വന്നിട്ട് പറയാണ് എന്നോട്, എടാ അവര് ഭയങ്കര അത്ഭുതപ്പെട്ട് ആദ്യമായിട്ടാണ് ഒരു ചെക്കൻ, ഒരു കുട്ടി, 9ാം ക്ലാസ് പഠിക്കുന്ന ഒരു കുട്ടി ഒറ്റക്ക് വന്നിട്ട് പറയുന്നത് മാത്സ് എനിക്ക് പഠിക്കാൻ പറ്റുന്നില്ല, നിങ്ങൾക്ക് എന്താ ചെയ്തു തരാൻ പറ്റുക ചോദിക്കാണ്. അവരാകെ അത്ഭുതപ്പെട്ട്. അപ്പോഴാണ് എനിക്ക് കത്തിയത്. എന്ത് തെറാപ്പിയിൽ എന്തോ സംഭവിച്ചിട്ടുണ്ട്. ഇത് എന്തോ അൺയൂഷ്വൽ ആയിട്ട് മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എന്തോ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലായി. അങ്ങനെ പിന്നെ 10ാം ക്ലാസ് ഒക്കെ നല്ല മാർക്കോട് കൂടിയിട്ട് പാസ്സായി. 8+ കാര്യങ്ങളൊക്കെ വന്ന് പാസ്സായി. പിന്നെ ഇതിങ്ങനെ ഇൻട്രസ്റ്റിംഗ് ആയി. പിന്നെ പേഴ്സണലായിട്ട് കുറെ തെറാപ്പി കാര്യങ്ങൾ ചെയ്തു. പിന്നെ +1 +2 കോമ്പിനേഷൻ ഹ്യൂമാനിറ്റീസിൽ എനിക്ക് സൈക്കോളജി വന്നു. അങ്ങനെ അതങ്ങനെ എടുത്തു. പിന്നെ ഡിഗ്രി എടുത്തു, PG എടുത്തു. അങ്ങനെയാണ് ഒരു എൻട്രി. പിന്നെ കുറെ കഥകളുണ്ട്, PG ഡിഗ്രി ഒക്കെ എടുത്തുള്ള ഒരുപാട് കഥകളുണ്ട്. സമയം ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം. ഈ സൈക്കോളജിയോട് എങ്ങനെയാണ് ഒരു ഇഷ്ടം തോന്നിയത്? സത്യത്തിൽ സൈക്കോളജിയോട് ഇഷ്ടം എന്നൊന്നും പറയാൻ പറ്റില്ല. ഞാൻ ശരിക്കും ബിസിനസ് ഫീൽഡിലേക്ക് പോകാൻ ആഗ്രഹിച്ച ഒരാളാണ്. അപ്പോ പിന്നെ എന്തെങ്കിലും ഒരു ഡിഗ്രി വേണം, അതിനു വേണ്ടിയിട്ട് സൈക്കോളജി എടുത്തു. പിന്നെ അറിയാലോ, സാറിന് അറിയായിരിക്കും, സൈക്കോളജിസ്റ്റ് എന്നുള്ള പേര് വേണമെങ്കിൽ എന്ത് വേണം, PG അറ്റ്ലീസ്റ്റ് PG എങ്കിലും നിർബന്ധം. പിന്നെ അങ്ങനെ പക്ഷെ അതോടൊപ്പം ഞാൻ സക്സസ് വാലിയിൽ കണ്ടിന്യൂസ് ആയിട്ട്, നേരത്തെ ആശിൻ സാർ പറഞ്ഞ പോലെ സക്സസ് വാലിയിൽ കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ തെറാപ്പി ചെയ്തു. എന്റെ വിഷയങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് തെറാപ്പി ചെയ്തു. ഞാൻ എൻകൗണ്ടർ ചെയ്ത ഏറ്റവും വലിയ വിഷയം എന്ന് വെച്ചാൽ, ഈ സൈക്കോളജി പഠിക്കുന്ന സമയത്ത് നമ്മുടെ ഉള്ളാണ് കാണുക. ഇപ്പൊ നമ്മളൊരു കൊമേഴ്സ് സ്ട്രീം പഠിക്കുന്ന സമയത്ത് എന്റെ ലൈഫിൽ നിന്ന് മാറിയിട്ട് കൊമേഴ്സ് ലൈഫാണ് നമ്മൾ പഠിക്കുക. എന്റെ ഉള്ളിലത്തെ സ്ട്രെസ് ഒന്നും കാണൂല. ഇംഗ്ലീഷ് പഠിക്കുമ്പോൾ വേറെ ഏത് സബ്ജക്ട് പഠിക്കുമ്പോൾ അങ്ങനെ ആവാം. പക്ഷെ എനിക്ക് സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാല്, മനുഷ്യനെ കുറിച്ച് പഠിക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ കാണുമ്പോൾ എൻ്റെ ഉള്ളിലെ ഇമോഷൻസ് ഇങ്ങനെ കാണും. സക്സസ് വാലിയിലേക്ക് വിളിക്കും. സാർ നേരത്തെ പറഞ്ഞ പോലെ കണ്ടിന്യൂസ് ആയിട്ട് ക്ലാസ്സിലേക്ക് വരും. ഞാൻ പിന്നെ കാലിക്കറ്റ് തന്നെയായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത്. അതും അങ്ങനെ ഒന്ന് ചൂസ് ചെയ്തതാ. മൺഡേ വരും, ഗ്രൂപ്പ് തെറാപ്പി ചെയ്യും, ഇൻഡിവിജ്വൽ തെറാപ്പി ചെയ്യും. അങ്ങനെ ഡെവലപ്പായി അങ്ങനെ പിന്നെ എന്തായി, ഇത് പിന്നെ മറ്റുള്ളവരിലേക്ക് ചെയ്യാൻ പറ്റുന്നുള്ള കോൺഫിഡൻസ് വന്ന്. ഇത് പഠിച്ചിട്ട് വന്ന കോൺഫിഡൻസ് അല്ല, എൻ്റെ ഉള്ളിൽ എക്സ്പീരിയൻസ് ചെയ്ത്, ഒപ്പം അക്കാഡമിക്കലി വാലിഡേഷനും കിട്ടി. പിന്നെ അക്കാഡമിക്കലി ചെയ്ത് നോക്കിയപ്പോഴും വൻ സക്സസ്. ഒപ്പം തെറാപ്പി, ഗ്രൂപ്പ് തെറാപ്പി ചെയ്യുന്നുണ്ട്, ഇൻഡിവിജ്വൽ തെറാപ്പി കൺസൾട്ടേഷൻ ചെയ്യുന്നുണ്ട്. അപ്പോഴൊക്കെ എൻ്റെ ലക്ഷ്യം ഇതാണെങ്കിൽ ഞാൻ ഇതിലേക്ക് പോട്ടെ.
അല്ലെങ്കിൽ മറ്റൊരു ഫീൽഡ് ബിസിനസ് ആണെങ്കിൽ ബിസിനസ്സിലേക്ക് പോട്ടെ എന്നുള്ളത്. പക്ഷെ നല്ല സക്സസ്. ഇപ്പോൾ ലാസ്റ്റ് ഫൈനൽ വന്ന കേസൊക്കെ റിലേഷൻഷിപ്പ് കേസൊക്കെ നന്നായിട്ട് ഉഷാറായിട്ട് പോകുന്നുണ്ട്. അങ്ങനെയാണ് ഒരു എൻട്രി. ഇനി ഇവരും കൂടി സംസാരിക്കട്ടെ, ബാക്കി എന്തൊക്കെയോ പറയാൻ ഇങ്ങനെ തള്ളി വരുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ രണ്ടുപേരും സൈക്കോളജിസ്റ്റ് ആണ്, സൈക്കോളജി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിക്കുന്നുണ്ട്, തെറാപ്പി ചെയ്തു കൊടുക്കുന്നുണ്ട്, ഓൾറെഡി തെറാപ്പി ഒക്കെ എക്സ്പീരിയൻസ് ചെയ്ത ആളുകളാണ്. അപ്പം എനിക്ക് ചോദിക്കാനുള്ളത്, എന്താണ് നമ്മുടെ സക്സസ് വാലിൻ്റെ തെറാപ്പിയെ കുറിച്ച്, അതെങ്ങനെയാണ് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളത്, എന്താണ് അതിനെ കുറിച്ചിട്ട് പറയാനുള്ളത് ഹാദി സർ? സൈക്കോളജി തെറാപ്പി, സക്സസ് വാലിയുടെ തെറാപ്പി അല്ല, സക്സസ് വാലിയുടെ തെറാപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ മൊയ്നു സാറോട് 2-3 ദിവസം ഇങ്ങനെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അതായത് എനിക്ക് സ്കൂളിൽ വന്ന കുട്ടികൾക്കുള്ള അനുഭവങ്ങൾ, ഗ്രൂപ്പ് തെറാപ്പി ഒക്കെ ചെയ്തപ്പോൾ ഭയങ്കര റിസൾട്ടാണ് കുട്ടികൾക്ക് കിട്ടിയത്. അപ്പോൾ ഒരുപാട് ഇൻഡ്യൂഷൻസ് വരും. ഓരോ തെറാപ്പി നമ്മൾ ക്ലയൻസിന് ചെയ്ത് കൊടുക്കുമ്പോഴും പുതിയ പുതിയ ഇൻഡ്യൂഷൻസ് ആണ് എന്ത് ചെയ്യുന്നത് പുറത്തേക്ക് വരുന്നത്. ഇപ്പോൾ ഗ്രൂപ്പ് തെറാപ്പി എന്ന സമയത്ത് പുതിയ രീതിയിലുള്ള മൊയ്നു സാറും സക്സസ് വാലിയും ജസീഖ് സാറും ഒന്നും പഠിപ്പിച്ചു തരാത്ത പുതിയ ഇന്നോവേഷൻസ് വരികയാണ് സാറൊക്കെ. അപ്പോൾ ഞാൻ സാറോട് സാർ ഇതെന്താ ഇങ്ങനെയെന്ന് ചോദിച്ചു. സാർ പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്. അതായത് സാറ് NLP മൊഡാലിറ്റിയാണ്, സൈക്കോളജിസ്റ്റ്, MSc സൈക്കോളജിയാണ്. പക്ഷെ NLP സെൽഫ് ഹെൽപ്പ് NLPയും കൂടി എടുത്തിട്ടാണ് എന്ത് ചെയ്യുന്നത് സാറിൻ്റെ ക്ലാസ് ട്രെയിനിങ് മുന്നോട്ട് പോകുന്നത്. അശ്വിൻ സാറിന് അറിയാലോ. അപ്പോൾ സാറ് ആ NLP വെച്ചിട്ട് അതിൻ്റെ ഫിലോസഫി മാത്രമല്ല സാർ നോക്കിയത്, ആ ലൈഫിൽ അപ്ലൈ ചെയ്തിട്ട് കംപ്ലീറ്റ് സാറിൻ്റെ ലൈഫിലുള്ള പ്രശ്നം മാറ്റിയിട്ട് സാറിൻ്റെ ഇൻഡ്യൂഷൻ ഓൺ ആയിട്ടുണ്ട്. ഏതോ ഒരു മൊമെന്റിൽ സാറിൻ്റെ ആ ഒരു ഇൻഡ്യൂട്ടീവ് പവർ ഓണായിട്ട് സാറിനും ഇത് സംഭവിച്ചിട്ടുണ്ട്. NLPയിലുള്ള ഓരോ തെറാപ്പിയും, സൈക്കോ തെറാപ്പിയിലേക്ക് നമുക്ക് വരാം, നമ്മുടെ പിന്നെ അക്കാഡമിക്സ് ലെവലിലുള്ള തെറാപ്പിയിലേക്ക് നമുക്ക് വരാം. സാറിൻ്റെ കാര്യം ഇപ്പോൾ സംസാരിക്കുന്ന സമയത്ത് സാറ് ചെയ്യുന്ന തെറാപ്പി ശരിക്കും ഹയർ ഡയമെൻഷനലാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ഏതുപോലെ എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ഒരു നോക്കിയയുടെ ഒരു ഫോണ് ആദ്യം എന്ത് ചെയ്യണം, അങ്ങനെയല്ല വരിക. അപ്പോൾ ഈ നോക്കിയ ഫോണ് ആണ് എന്ത് പഴയ 1900-ലും ഒക്കെ കണ്ടുപിടിച്ച സൈക്കോ തെറാപ്പിയുടെ ബേസിലാണ് ശരിക്കും മൊയ്നു സാർ എന്ത് ചെയ്യുന്നത് തെറാപ്പി ചെയ്യുന്നത്. സാർ അതിനെ ഡെവലപ്പ് ചെയ്ത് ഇൻഡ്യൂട്ടി ലെവലിൽ പവർ വന്ന് SFBT ഒക്കെ ഉണ്ട് നമുക്ക്, സൊല്യൂഷൻ ഫോക്കസ്ഡ് ബ്രീഫ് തെറാപ്പി. അതിൻ്റെയും ഹയർ ഡയമെൻഷനിലേക്കൊക്കെയാണ് ഞാൻ അങ്ങനെ മനസ്സിലാക്കിയിട്ടുള്ളത്. അതിൻ്റെയും ഹയർ ഡയമെൻഷൻ ലെവലിലേക്ക് എത്തിയിട്ട് ഒരു iPhone 17 ഒക്കെ വർക്ക് ചെയ്യുന്നത് പോലെ അതിന് ക്യുക്കാം. സാറ് ക്ലാസ്സിൽ പറയുന്ന പോയിന്റ് എന്തായിരുന്നു, ഇരുന്ന ഇരിപ്പിൽ റിസൾട്ട് അനുഭവിപ്പിക്കാൻ പറ്റുന്നില്ല. നമ്മൾ അക്കാഡമിക് ലെവലിൽ പോകുന്ന സമയത്ത് ശരിക്കും ഇപ്പോൾ ആശിം സാർ നേരത്തെ പറഞ്ഞ പോലെ 15 സെഷൻ വേണ്ട വരും. ഒരു ഫോബിയ എന്നുള്ള ഒരു കേസിന് തന്നെ നമുക്കൊരു 7-8 സെക്ഷൻ മിനിമം വേണം. ആ സെയിം സാധനമാണ് സാറിൻ്റെ ഒരു 1-2 ചില കേസിന് ഒരു സെഷനിൽ തന്നെ അത് സോൾവ് ആവും. ചില കേസിന് 2 സെഷൻ വേണ്ടത്. ആ 2 സെഷൻ ഒരു 7-2 തമ്മിലുള്ള ഡിഫറൻസ് ഉണ്ടല്ലോ. അണ്ടർലൈൻ പ്രിൻസിപ്പിൾ അല്ല നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തത്. നമ്മളിപ്പോൾ പിന്നെ സാറിൻ്റെ NLPയിലുള്ള സ്വിഷ് ടെക്നിക്ക് അല്ല, സ്വിഷ് ടെക്നിക്ക് അതിനെ നമ്മൾ സാർ അതിനെ CBT ആയിട്ടാണ് കണക്ട് ചെയ്തത്. ഞാനതിനെ സിസ്റ്റമാറ്റിക് ഡീസെൻസിറ്റൈസേഷൻ ആയിട്ടാണ് കണക്ട് ചെയ്തത്. അതാണ് പറയുമ്പോൾ അത് മനസ്സിലാവും. അതായത് സിസ്റ്റമാറ്റിക് ഡീസെൻസിറ്റൈസേഷൻ എന്ന് പറയുമ്പോൾ പിന്നെ ബിഹേവിയർ തെറാപ്പിയിലുള്ള ഒരു ടെക്നിക്കാണ്. ഫസ്റ്റ് നമ്മൾ മസിൽ റിലാക്സേഷൻ കൊടുക്കും, ബോഡി കംപ്ലീറ്റ് മൈൻഡ് കംപ്ലീറ്റ് റിലാക്സ് ആവുന്നു. പിന്നെ നമുക്ക് പേടി, ഇപ്പോൾ സാർ നേരത്തെ പറഞ്ഞ പോലെ ഫോബിയ, ഡോഗിനെ പേടിയായിരിക്കും ചില ആൾക്കാർക്ക് പാറ്റയെ പേടിയായിരിക്കും, ചില ആൾക്കാർക്ക് വേറെ എന്തൊക്കെ പേടിയുള്ള, ഭർത്താവിനെ പേടിയായിരിക്കും, ഭാര്യയെ പേടി, എന്തോ സംതിങ് പേടിയായിക്കോട്ടെ. അപ്പോൾ ഈ പേടീനെ നമ്മൾ എന്ത് ചെയ്യുന്നു, സീൻ പ്രസൻറ്റേഷൻ എന്നാണ് സിസ്റ്റമാറ്റിക് ഡീസെൻസിറ്റൈസേഷനിൽ പറയാം. കംപ്ലീറ്റ് കാണിക്കുന്നു, ആ പേടി കംപ്ലീറ്റ് കൂടുന്നു, പേടിയുടെ ഇമോഷൻ വരുന്നു, പേടീനെടുത്ത് പുറത്തേക്ക് കളയുന്നു, പിന്നെ വീണ്ടും റിലാക്സേഷൻ കൊടുക്കും. ഇതാണ് സിസ്റ്റമാറ്റിക് ഡീസെൻസിറ്റൈസേഷൻ നടക്കുന്നത്. നെറ്റിൽ നോക്കിയാൽ കാണാൻ പറ്റും. ഇതിങ്ങനെ സ്റ്റെപ്പായിട്ടാണ് ചെയ്യുന്നത്. പക്ഷേ സാറിൻ്റെ ക്ലാസ്സിലാണെങ്കിൽ അത് ആശിം സാർ പറഞ്ഞോട്ടെ അല്ലേ, സാറിൻ്റെ ക്ലാസ്സിൽ മൊയ്നു സാറിൻ്റെ ക്ലാസ്സിൽ എങ്ങനെ നടക്കുന്നത്? സാറിൻ്റെ ക്ലാസ്സിൽ എന്ന് പറയുന്നത് ഈ വലിയൊരു പ്രോസസ്സാണ്. ഇപ്പോൾ സിസ്റ്റമാറ്റിക് ഡീസെൻസിറ്റൈസേഷൻ JPMR ചെയ്ത് പിന്നെ ഇതിൻ്റെ സീൻ പ്രസൻറ്റേഷൻ ചെയ്ത് പിന്നെയും JPMR ചെയ്യുന്നത്. ഇതെന്ന് പറഞ്ഞാൽ ഇതെല്ലാം ഒരേ ഒരു 10-20 മിനിറ്റിലാണ് ഇത് മൊത്തത്തിൽ ചെയ്യുന്നത്. ഫാസ്റ്റാണ്, ഭയങ്കര ഫാസ്റ്റാണ്. ഈ ഒരേ സെഷനിൽ തന്നെ മൊത്തത്തിൽ ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ JPMR ചെയ്തിട്ട് JPMR തന്നെ ചിലപ്പം കുറച്ച് നല്ല സമയം എടുക്കും. പിന്നെ മറ്റേ സീൻ ഇത് കൊടുക്കാനും സമയം പിന്നെയും JPMR. ഈ ഒരു പ്രോസസ്സ് തന്നെ ചെറിയൊരു സമയത്തിൻ്റെ ഉള്ളിൽ
ഇപ്പം സ്വിഷ് എന്ന് പറഞ്ഞ തെറാപ്പിയിൽ ചെയ്യുന്നുണ്ട്. പക്ഷെ പറഞ്ഞതെന്ന് വെച്ചാല് പിന്നെ അണ്ടർലൈൻ പ്രിൻസിപ്പിൾസ് ഒക്കെ സെയിം സെയിം ആണ്, പ്രിൻസിപ്പിൾസ് ഒക്കെ സെയിം ആണ്. അതിലൊക്കെ എക്സ്പോഷർ മറ്റേ ഡീസൻസിറ്റിക്ക് എക്സ്പോഷർ കൊടുക്കുകയാണ്. പേടീനെ അവർക്ക് കാണിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് സെയിം സാധനം തന്നെയാണ് ചെയ്യുന്നത്. കാണിച്ചു കൊടുക്കുന്നത്. കാണിച്ചു കൊടുക്കുന്ന കുറച്ചും കൂടി ഫാസ്റ്റ് ആണ്, കുറച്ച് സ്ലോ. നേരത്തെ പറഞ്ഞ പോലെ ആളുകളിൽ അതൊക്കെയായിട്ട് റിസൾട്ട് സംഭവിക്കുന്നുണ്ട്. മറ്റേന്ന് പറയുന്നത് കുറച്ചധികം സെഷൻ വേണ്ട വരും. പക്ഷെ അത് വേണ്ടവർക്ക് അങ്ങനെ പോയി ചെയ്യാം, പ്രശ്നങ്ങളൊന്നുമില്ല. അല്ല, നമ്മുടെ ഇതിലോട്ട് വരുന്ന ആളുകൾ തന്നെ പുറത്ത് ഒരുപാട് സിറ്റിംഗ് അവര് തന്നെ അവരുടെ എക്സ്പീരിയൻസ് ഒക്കെ പറയുമ്പോൾ പറയാറുണ്ട്. 10ഉം 15ഉം ഒക്കെ സിറ്റിംഗ്സ് എടുത്ത ആളുകൾ നമ്മുടെ കൗൺസിലിംഗിൽ മാക്സിമം ഒരു 4-5 സിറ്റിംഗ്സ് ഒക്കെയാണ് നമ്മുടെ സക്സസ് വാലിയിൽ വന്നിട്ട് ചെയ്യുന്നത്. അല്ല അഫ്സീദ മാം, ഞാൻ പറയാന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഏത് തെറാപ്പി എടുക്കുകയാണെങ്കിലും സിസ്റ്റമാറ്റിക് ആയാലും CBT ആയാലും NLP ലെവലിലുള്ള സ്പീച്ച് തെറാപ്പി ആയാലും റിസൾട്ട് വേണമെങ്കിൽ ആദ്യം എൻ്റെ ഉള്ളിൽ അത് അപ്ലൈ ചെയ്യണ്ടേ. എൻ്റെ പ്രശ്നങ്ങൾ അത് മാറ്റിയിട്ട് എൻ്റെ ആങ്കർ, എൻ്റെ പേടി അതിനൊക്കെ മാറ്റിയാലേ ധൈര്യം കിട്ടുള്ളൂ. ഇപ്പോൾ ഡ്രൈവിങ് ചെയ്യുമ്പോൾ ഡ്രൈവിങ് ഒരാളെ പഠിപ്പിക്കണം. എനിക്ക് ഞാനാദ്യം ഡ്രൈവർ ആയിരിക്കണ്ടേ, ഞാൻ ഡ്രൈവ് ചെയ്യാൻ അറിയുന്ന ആളായിരിക്കണ്ടേ. ഞാൻ ബുക്ക് നോക്കിയിട്ട് അമ്മോനെ ക്ലച്ച് ചവിട്ട് അത് ചവിട്ട് നടക്കുമോ, എനിക്കൊരു ഡ്രൈവിംഗ് സ്കൂൾ തുടങ്ങാൻ പറ്റുമോ? എക്സ്പീരിയൻസ്ഡ് വ്യക്തികളാണോ? ഇപ്പോൾ സിസ്റ്റമാറ്റിക് ഒക്കെ ഞാൻ പഠിക്കുന്ന സമയത്തൊക്കെ എൻ്റെ മാമൊക്കെ സിസ്റ്റമാറ്റിക് സ്വയം ചെയ്യും. കർണാടകയിൽ ഞാൻ പഠിച്ചത് സ്വയം ചെയ്തിട്ടാണ് വരിക. അതുകൊണ്ട് തന്നെ അവിടെ വർക്കബിളാണ്. ഹൃദയം ഇങ്ങനെ ഇട്ടിക്കുന്നു, ഇങ്ങനെ വലുതായിട്ട് വരുന്നു, വിഷയങ്ങൾ വരുന്നു, പെട്ടെന്ന് JPMR ചെയ്യുന്നു, അനുസരിച്ച് ആ ലെവലിൽ കുറയുന്നുണ്ട്. സക്സസ് വാലിയുടെ പ്രത്യേകത എന്താ ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെയുള്ള ആൾക്കാരൊക്കെ ഇപ്പൊ ഇവിടെയുള്ള കൗൺസിലേഴ്സൊക്കെ 10 മുതൽ 15 വർഷം വരെ സാറിന്റെ ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞ് നിരന്തരം തന്നെ പറയും. ഇപ്പൊ ഹാഷിം സാർ തന്നെ പറഞ്ഞു, നിരന്തരം തെറാപ്പി ചെയ്ത് സ്വയം തെറാപ്പി ചെയ്യാൻ വേണ്ടിയിട്ട് വന്നു. അങ്ങനെ ആ വന്ന മാറ്റങ്ങൾ മറ്റുള്ളവരിലേക്ക് അവർ ഇൻഡ്യൂട്ടീവ് ലെവലിൽ തെറാപ്പി ചെയ്ത് കൊടുക്കാൻ പറ്റുന്നു എന്നുള്ളതാണ് സക്സസ് വാലിയുടെ പ്രത്യേകത. വേറെ പ്രത്യേകിച്ച് ആ ഒരു ഡിഫറൻഷിയേഷന്റെ ആവശ്യമൊന്നുമില്ല. ഫിലോസഫി ഒക്കെ സെയിം ആണ്. പണ്ട് നമ്മുടെ പ്രിൻസിപ്പിളും ഫിലോസഫി ഒക്കെ സെയിം ആണ്. ഇത് നമുക്ക് സക്സസ് വാലിന്റെ ഇതിനുള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈമിലാണ് ഡിഫറൻസ് ഉള്ളു, വേറെ ഒന്നും. പിന്നെ എക്സ്പീരിയൻസ്ഡ് ആയ വ്യക്തി സ്വയം അപ്ലൈ ചെയ്തവരാണ് ഇതിൻ്റെ അകത്ത് ചെയ്യുന്നതും തെറാപ്പി ചെയ്യുന്നത്. ടോപ്പ് മൊയ്നു സാർ അങ്ങനെയാണ് വന്നത്, സ്വന്തം പ്രശ്നം മാറ്റിയിട്ടാണ് വന്നത്. 99.9 ആളുകളും നമ്മളുടെ ലൈഫ് ശരിയായിട്ടില്ല, മറ്റുള്ളവരുടെ ലൈഫ് ശരിയാവോ നോക്കാം എന്നുള്ള രീതിയിൽ ചെയ്യുന്നുണ്ട്. വെറും ഒരു വെറും ആ ഒരു 0.1 ആൾക്കാരാണ് നമ്മളുടെ ലൈഫ് അപ്ലൈ ചെയ്തിപ്പോ ഹാദി സാർ പറഞ്ഞ പോലെ അപ്ലൈ ചെയ്ത് നമ്മളിൽ അത് വർക്കായിട്ട് മറ്റുള്ളവർക്ക് കൊടുക്കുന്നത്. നമ്മൾ എക്സ്പീരിയൻസ് ചെയ്താണല്ലോ, അപ്പൊ നമ്മൾ അത്രയും ആളുകൾക്ക് അത് ട്രസ്റ്റോട് കൂടിയിട്ട് തന്നെ. അതിപ്പോ ഇത് പറഞ്ഞപ്പോ ഈ വെസ്റ്റേൺ കൺട്രീസിലും പിന്നെ അതേപോലെ തന്നെ ഈ സദേൺ റീജിയൻ, ഇന്ത്യയുടെ സദേൺ റീജിയനിലൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ അവര് കുറച്ചും കൂടി ഓപ്പൺ ആണ് തെറാപ്പി. അതായത് സൈക്കോളജിയിൽ ഓപ്പൺ ടു എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, സൈക്കോളജിന്റെ ഒരു ക്വാളിറ്റി ആണോ, എന്തും എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓപ്പൺ ആണ്. അപ്പൊ ഞാൻ പഠിച്ചതൊക്കെ ആ ഒരു ലെവലിലാണ്, എക്സ്പീരിയൻഷ്യൽ ലെവലിൽ ഓപ്പൺ ആണ് അവർ. സക്സസ് വാലിയുടെ അത്ര തെറാപ്പിയുടെ എഫക്റ്റ് കിട്ടുന്നുണ്ടോ, ആ ലെവലിൽ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് വേറെ വിഷയം. പക്ഷെ അവര് ചെയ്യുന്ന തെറാപ്പി ആ സൈക്കോളജിസ്റ്റ് സ്വന്തം അപ്ലൈ ചെയ്യുന്നുണ്ട്. ഇപ്പൊ ലാസ്റ്റ് എനിക്കൊരു പിന്നെ ഒരു വർഷം മുമ്പ് 1 year ബാക്ക് പ്രേമാനന്ദ് സാർ പുള്ളിക്കാരൻ ഇതേപോലെ എന്തോ ഒരു ടെക്നിക്ക്, ഏതാ തെറാപ്പി എന്നുള്ള ഞാൻ മറന്നുപോയി. ഈ തെറാപ്പി ചെയ്യുന്ന സമയത്ത് പുള്ളിക്കാരൻ പറഞ്ഞു, ഞാനിന്ന് രാവിലെ ഇത് യൂസ് ചെയ്തു. ഞാൻ ഇന്ന് രാവിലെ വരുന്ന സമയത്ത് ഭയങ്കര മഴയാണ്, എൻ്റെ അടുത്ത് ബൈക്കാണ്, അപ്പോൾ കോടയെടുത്തൊരു ബസ്സിലാണ് വന്നത്. അപ്പോൾ ഒരു വൈബ് ശരിയാവുന്നില്ല. ഞാൻ നേരെ വെൽനസ് റൂമിൽ പോയി, ഞാനൊരു സാധനം ചെയ്തു, ഞാൻ ഇപ്പോൾ പഠിപ്പിക്കാൻ പോകുന്ന സാധനം ഞാൻ ചെയ്ത്. ഈ ലെവലിലാണ് ആ ലെവലിലുള്ള സൈക്കോളജിസ്റ്റുകളും ഉണ്ട്. അപ്പൊ അങ്ങനെ പോയി കഴിഞ്ഞാൽ നല്ലത്. സക്സസ് വാലിയിൽ അങ്ങനത്തെ സൈക്കോളജിസ്റ്റുകൾ മാത്രമേ ഉള്ളൂ. എക്സ്പീരിയൻസ് ഫസ്റ്റ് നമ്മൾ അപ്ലൈ ചെയ്തിട്ട് സ്വന്തം അപ്ലൈ ചെയ്തിട്ടാണ് ബാക്കിയുള്ള ആൾക്ക് തെറാപ്പി കൊടുക്കുന്നത്. ഫസ്റ്റ് നമ്മളതിൽ ഇപ്പം സാർ എല്ലാ ക്ലാസ്സിലും പറയുന്നത്, നമ്മൾ ഈ സ്വർണ്ണ ഉരുകി ഇപ്പോഴത്തെ ഒരു ഇതിലായി വരുന്നത് പിന്നെ കുറെ അടികൾ കിട്ടിയിട്ട്. അപ്പം സ്വർണത്തിന്റെ ആദ്യത്തെ ഫോം എന്ന് പറയുന്ന വലിയൊരു കാണാൻ വലിയ
രസം ചൊങ്ക് കാണാൻ ഭയങ്കര ഭംഗിയൊന്നും ഇല്ലാത്തൊരു ഫോമാണ്. അതിനെ അടിച്ചിട്ട് ഒരുക്കിയിട്ടാണ് ഇന്നത്തെ ഈ ഫോമിലേക്ക് വരുന്നത്. അപ്പം അത് ആ ഒരു എക്സാമ്പിൾ എപ്പം പറയുന്നത് സാറ്. അപ്പം ഇപ്പം എനിക്ക് ആ ഒരു സ്വർണം പോലെ ആവണമെങ്കിൽ ഞാൻ എന്നിലൂടെ വേറൊരാൾക്ക് മാറ്റം വരുത്തണമെങ്കിൽ ഫസ്റ്റ് അപ്ലൈ ചെയ്യേണ്ട എനിക്കാണ്. എന്നിട്ടാണ് എനിക്ക് അപ്ലൈ ചെയ്താൽ മാത്രം മതി, ബാക്കി സംഭവിക്കില്ല. അങ്ങനൊരു സാധനം പ്രത്യേകത സക്സസ് വാലിയുടെ പ്രത്യേകത. പിന്നെ നേരത്തെ പറഞ്ഞപ്പോൾ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, എന്തായിരുന്നത്, ഈ ആളുകൾ വേറൊരാളെ ഇപ്പം ഞാൻ വരുന്നത് വേറൊരാളെ മാറ്റാൻ വേണ്ടിയിട്ടാണ്. ഞാൻ കൊണ്ടുവരുമായിരുന്നു ആളെ സക്സസ് വാലിൻ്റെ കൊണ്ടുവരും, അങ്ങനെ ഒരു സാധനമുണ്ട്. പക്ഷെ അങ്ങനെ പണ്ടൊക്കെ ഇങ്ങനത്തെ ഒരു കഥകൾ എന്നല്ല, അങ്ങനെ ഒരു സംഭവം നടന്നപ്പോൾ കേട്ടിട്ടുണ്ട്. അതായത് വേറൊരാളെ മാറ്റാൻ വേണ്ടിയിട്ട് സക്സസ് വാലിൻ്റെ ട്രെയിനിങ്ങിനെ കൊണ്ടുവരുന്നത്. പക്ഷെ ലാസ്റ്റ് മാറിയത് ഈ കൊണ്ടുവന്ന ആളാ. അപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ടിനെ മാറ്റാൻ വേണ്ടിയിട്ട് ഞാൻ ഓക്കെയാണ്, ഞാൻ ഓക്കെ, എൻ്റെ ഫ്രണ്ടിനാണ് പ്രശ്നങ്ങളൊക്കെ ഉള്ളത് മറ്റേ കൊണ്ടുവന്നിട്ട് ലാസ്റ്റ് മാറ്റം വന്നത് എനിക്ക് എന്നുള്ളൊരു ആ ഒരു കഥയാണ് ഒരു സംഭവിച്ചത്. ആ സമയത്ത് യൂത്ത് ഹോസ്റ്റലിലുള്ള സമയത്താന്ന് തോന്നുന്നു, അവിടെ ക്ലാസ് നടക്കുന്ന സമയത്ത് അങ്ങനത്തെ ഒരാളെ ഒരു എക്സ്പീരിയൻസ് പറഞ്ഞതായിട്ട് എനിക്ക് ആരാന്നുള്ള എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. അങ്ങനെ ഞാൻ പറഞ്ഞു കേട്ടതായിട്ട് എനിക്ക് ഓർമ്മയിൽ വരുന്നുണ്ട്. അപ്പം ഈ ടി എൽ പറയുന്ന ഒരു ഇതുണ്ടല്ലോ, ഞാൻ ഓക്കെ നോട്ട് ഓക്കെ എന്നുള്ളത് ഒരു ഗെയിമാണ് ഒരു ഗിമ്മിക്ക്. അപ്പം ഞാൻ ഓക്കെയാണ്, നിങ്ങൾ ഓക്കെ അല്ല, ഇതാണ് കറക്റ്റ്. ഞാൻ ഓക്കെയാണ്, എവിടെ വായിച്ച പോലെ ഉണ്ട്, ഞാൻ ഓക്കെയാണ്, നിങ്ങൾ ഓക്കെയാണ്. ഞാൻ ഈ 2-3 സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, ഓക്കെ. പിന്നെ വേറെ ഒന്ന് പറയുന്നത് ഞാൻ ഓക്കെ അല്ല, നിങ്ങൾ ഓക്കെയാണ്, ഐ ആം നോട്ട് ഓക്കെ, യു ആർ ഓക്കെ. പിന്നെ വരുന്നത് ഐ ആം ഓക്കെ, യു ആർ നോട്ട് ഓക്കെ എന്നുള്ള. ടി എ ശരിക്കും സൈക്കോളജിയിൽ പഠിക്കാനുണ്ട് കേട്ടോ. ട്രാൻസാക്ഷൻ അനാലിസിസ് വലിയൊരു മേഖല സൈക്കോളജിയിൽ പഠിക്കാനുണ്ട്, യൂസ് ചെയ്യുന്നുണ്ട്. ഞാനൊക്കെ ഈ SFPT എന്ന് പറയുന്ന മൊഡാലിറ്റി ഉണ്ടല്ലോ, തെറാപ്പി മൊഡാലിറ്റി, സൊല്യൂഷൻ ഫോക്കസ്ഡ്, അതിൻ്റെ അകത്ത് യൂസ് ചെയ്യുന്ന മൊത്തം TNLP-ൻ്റെ ഒരു ഇതാണ് ഏകദേശം. അതിൻ്റെ അകത്ത് ഈ സൊല്യൂഷൻ ഫോക്കസ്ഡ് അതിൻ്റെ തന്നെ പറയുന്നുണ്ട്, സൊല്യൂഷനിലാണ് അവർ ഇത് ചെയ്യുന്നത്. സൊല്യൂഷൻ ഫോക്കസിൽ യൂസ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് മിറാക്കിൾ ക്വസ്റ്റ്യൻ എന്നുള്ളത്. അതാണ് നമ്മളെ കൗൺസിലിംഗിൽ സക്സസ്ഫുള്ളായിട്ട് കൗൺസിലിംഗ് സാർ യൂസ് ചെയ്യുന്നത്. അതായത് നിങ്ങളുടെ പ്രശ്നമൊക്കെ കംപ്ലീറ്റ് പോയി എന്ന് വിചാരിക്കുക, ഒരുപാട് യൂസ് ചെയ്യില്ലേ, അപ്പൊ നിങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും. പക്ഷെ എന്നിട്ട് പിന്നെ സാർ യൂസ് ചെയ്യുന്ന ഒരു ടേം ഉണ്ട്, അത് ഇന്ന് ഇവിടെ ഇരുന്ന ഇരിപ്പിൽ പോവാൻ പോകണ ഏതാനും നിമിഷങ്ങൾ കഴിഞ്ഞതിന് ശേഷം. അതാണ് ഡിഫറൻസ്. സൊല്യൂഷൻ ഫോക്കസ് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഈ മിറാക്കിൾ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ബാക്കിയുള്ള പോസിറ്റീവ് മനുഷ്യന്മാരുടെ ഹ്യൂമൻസിന് ഒരുപാട് പോസിറ്റീവ് കഴിവുണ്ട്, പോസിറ്റീവ് സ്ട്രെങ്ത്തിലേക്കാണ് ഫോക്കസ് ചെയ്യുന്നത്. പക്ഷെ മൊയ്നു സാർ എന്ത് ചെയ്യുന്നുണ്ട്, ആ സ്ട്രെങ്ത്തിനെ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, എക്സ്പീരിയൻസ് ഒന്നൊരു സപ്പോർട്ട് ഉണ്ട്. മുമ്പേതൊരു വീഡിയോയിൽ ഞാൻ വീഡിയോ കണ്ടന്റ് കുറച്ച് പറഞ്ഞു കൊടുക്കാറുണ്ട്. ഇപ്പോൾ ഷാലാം പിന്നെ പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്, അതായത് കിണറ്റിൽ ഇറങ്ങിക്കൊണ്ട് ഒരു ആൾ കിണറ്റിൽ വീണിട്ടുണ്ടെങ്കിൽ കിണറ്റിൽ ഇറങ്ങിയിട്ട് കൈ പിടിച്ച് പൊക്കി പുറത്തേക്ക് എടുത്തു കൊടുക്കുകയാണ് സക്സസ്ഫുള്ളി ചെയ്യുന്നത് എന്നുള്ളത് ഞാൻ ഏതൊരു വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരുന്നു. ഡയറക്റ്റീവ് അപ്രോച്ച്. അതെ, അതായത് ഡയറക്റ്റീവ് അപ്രോച്ചാണ്. ഇൻഡയറക്റ്റീവ് എന്ന് പറയാൻ പറ്റില്ല. അത് ഞാൻ തന്നെ പല സാഹചര്യത്തിലും കുടുങ്ങി നിന്ന് റൂട്ട് പ്രോബ്ലം ഉണ്ടാവല്ലോ, റൂട്ട് കോസ് പ്രോബ്ലം ഉണ്ടാവും. റൂട്ട് കോസ് എത്തിയപ്പോൾ എവിടെ ഏതൊരു നിമിഷത്തിൽ ഇത് മാറ്റാൻ പറ്റുമോ, തെറാപ്പി യൂസ് ചെയ്തിട്ട് മാറ്റാൻ പറ്റുമോ എന്ന് ചിന്തിച്ച നിമിഷമുണ്ട്. അങ്ങനെ അത് തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. നമ്മളിപ്പോ ഒരു ഫസ്റ്റ് സിറ്റിങ്ങിൽ വന്നു കഴിഞ്ഞാൽ തന്നെ നമുക്കത് 100% ട്രസ്റ്റ് തരികയാണ്. നമ്മളൊരു ഡോക്ടറെ അടുത്ത് പോയി കഴിഞ്ഞാൽ ഈ മരുന്ന് കുടിച്ചാൽ ഇത് മാറും എന്ന് ആ ഡോക്ടർ പറയുമ്പോൾ നമ്മളുടെ ഉള്ളിൽ ഒരു ട്രസ്റ്റ് ഉണ്ടാവും. അല്ലെങ്കിൽ ഒരു 5 ദിവസം കുടിച്ചിട്ട് വാ, ഒരു 10 ദിവസം കുടിച്ചിട്ട് വാ എന്ന് പറയുന്നതും 2 ഡിഫറെൻ്റ് ആണ്. ഇപ്പൊ സക്സസ് വാലിയിൽ ഒരു കൗൺസിലിംഗ് എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ ഫസ്റ്റ് സിറ്റിങ്ങിൽ തന്നെ നമുക്ക് ആ ഒരു 100% ഉറപ്പ് തന്നെയാണ് തരുന്നത്. അപ്പൊ അതിൽ തന്നെ ഞാൻ മനസ്സിലാക്കിയെടുത്തോടെ നമ്മളൊരു 60% വിഷയം അവിടെ തീർന്നു. കാരണം ഇത് മാറി കിട്ടും എന്നുള്ള ഒരു ട്രസ്റ്റ് നമുക്ക് വന്നു.
സാധാരണ നമ്മൾ ഇത് എവിടെ പോയിട്ടാണ് ഇപ്പൊ ഹാദി സാർ പറഞ്ഞ പോലെ റൂട്ട് കോസ് ഒന്നും മനസ്സിലാവാത്തൊരു സംഗതി ഇത് എവിടെയാണ് എന്താണ് നമ്മളാകെ മൊത്തം കൺഫ്യൂഷൻ ആയിട്ടുള്ളത്, പ്രശ്നത്തിന്റെ മേലിൽ പ്രശ്നമായിട്ടാണ്. അത് ഞാൻ എന്റെ കൗൺസിലിംഗ് യൂസ് ചെയ്യുന്ന ഒരുപാടാണ്. എനിക്ക് ധൈര്യത്തിൽ പറയാം, ഞാൻ കൂടെ ഉണ്ട്, ഞാൻ മാറ്റിത്തരും. അല്ലെങ്കിൽ എനിക്ക് പറയാൻ കഴിയില്ല, കാരണം എന്റെ കയ്യിൽ ടൂളുണ്ട്, തെറാപ്പിയുടെ ഹൈ വേർഷൻ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഞാനത് മനസ്സിലാക്കി ഇപ്പൊ പറഞ്ഞ ഇതിൻ്റെ അകത്ത് എനിക്ക് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ആ ഒരു കോൺഫിഡൻസ് വരുന്നത് നമ്മൾ ഫസ്റ്റ് അപ്ലൈ ചെയ്ത് നമ്മളുള്ള എക്സ്പീരിയൻസ് എന്നാണ് പറയുന്നത്, അല്ലാണ്ട് തിയറി വായിച്ചിട്ടുള്ള പറയുന്നത്. ഞാന് ഇപ്പൊ സ്വിഷും സാറ് ക്ലാസ്സിൽ പറയലുണ്ട്, ബുക്ക് തരും, മെറ്റീരിയൽ തരും. മെറ്റീരിയൽ ഞാനൊക്കെ യൂസ് ചെയ്തത് സീറ്റ് പിടിക്കാനാ, മറ്റേ ബുക്ക് അവിടെ വെച്ചിട്ട് പോവാൻ. അപ്പം വായിക്കുന്ന സമയത്ത് വായിക്കാൻ ടൈം വരും. അതിനെക്കാട്ടും സാറ് ഫോക്കസ് ചെയ്യുന്ന എക്സ്പീരിയൻസ് ഉള്ളതല്ല, തിയററ്റിക്കലിനെക്കാട്ടും സാറ് ഫോക്കസ് ചെയ്തത് എക്സ്പീരിയൻസ് ഉള്ള അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ആ ഒരു കോൺഫിഡൻസ്. ഞാനും പറയാ ഈ ഒരു ഇതില് വരുവാണ് മാറ്റി തരാന്ന് പറയും. അത് എക്സ്പീരിയൻഷ്യൽ ആ ഒരു കോൺഫിഡൻസ് ആണ് എനിക്ക് അതിൻ്റെ അകത്ത് മാറ്റിത്തരാൻ മാറും. അങ്ങനത്തെ നെഗറ്റീവ് കോണോട്ടേഷൻ ഒന്നും ഇല്ല, കോൺഫിഡന്റ് ആണ്. റെഡി ആയിട്ടുള്ള ആളുകളാണെങ്കിൽ റെഡി ആയിട്ടാണ്, ആ റെഡിനെസ് ആണ്, റെഡിനെസ് വേണം. അതിപ്പോ എല്ലാ ഇതിലും മൊഡാലിറ്റിയിലും ആണ്. ആ റെഡിനെസ് ഇല്ലെങ്കിൽ നമുക്കിപ്പോ എനിക്ക് ഇപ്പം ഇതില്ല, എനിക്ക് മാറാനുള്ള ഒരു താല്പര്യം ഇല്ലെങ്കിൽ ഞാൻ എവിടെ പോയിട്ടും ഞാൻ മാറില്ല. എനിക്ക് മാറാനുള്ള ഒരു ത്വര വേണം. ആ ത്വര ഉണ്ടെങ്കിലേ അതെവിടെ പോയി കഴിഞ്ഞാൽ ശരിക്കും മാറ്റി പേഴ്സൺ സെന്റേർഡ് എന്നിട്ട് നമ്മൾ പഠിക്കുന്നത്. പേഴ്സൺ സെന്റേർഡ് തെറാപ്പി എന്ന് പറയുന്നത് എനിക്കാണത് വേണ്ടത്, എന്നിലാണ് ഫോക്കസ്. ഇപ്പം ആ പേഴ്സൺ സെന്റേർഡിൽ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്ന തെറാപ്പിസ്റ്റ് ഓറിയന്റഡ് അല്ല, പേഴ്സൺ ക്ലൈന്റ് ഓറിയന്റഡ് ആണ് അത്. പിന്നെ അതുകൊണ്ട് തന്നെ പേഴ്സൺ സെന്റേർഡ് എന്ന് പറയുന്നത്. എനിക്ക് മാറാനുള്ള റെഡിനെസ് ഉണ്ടെങ്കിൽ, എനിക്ക് മാറണമെന്നുള്ള റെഡിനെസ് ഉണ്ടെങ്കിൽ ആ ഒരു റെഡിനെസ്സിലേ മാറ്റം വരുള്ളൂ. അതുകൊണ്ട് ആ റെഡിനെസ് ആണ് ഫസ്റ്റ് വേണ്ടതെന്ന് ഞാൻ മനസ്സിലാക്കിയത്. അപ്പൊ ആ റെഡിനെസ് തന്നെ ഫസ്റ്റ് സ്റ്റെപ്പാണ് നമ്മൾ ഇപ്പം പറയുന്നുണ്ട്. അതാണ് ഞാൻ മനസ്സിലാക്കിയത്. പേഴ്സൺ സെന്റേർഡ് NLP സക്സസ്ഫുള്ളി തെറാപ്പിനെ ഏത് സെന്റേർഡ് വിളിക്കണം എന്ന് ഡൗട്ട് ആണല്ലേ? രണ്ടും ഉണ്ട്, ക്ലയന്റ് സെന്റേർഡും പേഴ്സൺ സെന്റേർഡും മിക്സ് ചെയ്തിട്ടുള്ള സംഭവം. ഫസ്റ്റ് കംപ്ലീറ്റ് സൊല്യൂഷൻ കംപ്ലീറ്റ് ഉണ്ട്, ടൂൾ ഉണ്ട്. പക്ഷെ ഈ റെഡിനെസ്സിലേക്ക് വരുമ്പോൾ നേരത്തെ ആശിം സാർ പറഞ്ഞ പോലെ പേഴ്സൺ സെന്റേർഡ് വരുന്നുണ്ട്. തെറാപ്പിയിലേക്ക് വരുമ്പോൾ കംപ്ലീറ്റ് ക്ലയന്റ് സെന്റേർഡാണ്. നമ്മളെ കണ്ണും കൂട്ടിയും ഇരുന്ന് കൊടുക്കാം. ഓപ്പറേഷൻ, മെന്റൽ ഓപ്പറേഷൻ തിയേറ്ററിൽ കയറി പോലെ നമ്മള് ഫിസിക്കൽ ഓപ്പറേഷൻ തിയേറ്ററിൽ കയറി എങ്ങനെയാ കണ്ണു കൂട്ടുക, ICU എവിടെ വെച്ച് ഇരുന്ന് കൊടുക്കുക. യൂസ് ചെയ്യാൻ പാടില്ല എന്ന് പറയാൻ പറ്റൂല. എനിക്ക് കണ്ണു കൂട്ടുക, പിന്നെ എപ്പോഴിറങ്ങുക ഫുള്ള് പോസിറ്റീവായ ചിരിയെല്ലാം വന്ന, ഗ്രാറ്റിറ്റ്യൂഡെല്ലാം വന്ന്, മുഖെല്ലാം തെളിഞ്ഞ് വന്ന്. നമ്മുടെ തെറാപ്പി ഒരു മെന്റൽ ഓപ്പറേഷൻ തന്നെയാണ് സാധാരണ പറയാ. നമ്മളെ സക്സസ് വാലിന്റെ തെറാപ്പീനെ നമ്മളൊരു എക്സാമ്പിൾ ഒക്കെ പറയുമ്പോൾ പറയും, നമ്മളിപ്പോ ഒരു ഹാർട്ട് ഒരു രോഗമായിട്ട് ഒരു അറ്റാക്ക് ആയിട്ട് ഒരു പോയ വ്യക്തിനെ ഹാർട്ട് ഓപ്പൺ ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഓപ്പറേഷൻ ചെയ്യുന്നത്. അതേപോലെ ഇതൊരു മൈൻഡിന്റെ ഒരു ഓപ്പറേഷൻ ആണ്. പിന്നെ ഒരു കാര്യം പെട്ടെന്ന് പറയല്ലോ, ഈ നമ്മള് ഈ ഫ്രോയിഡിന്റെ സൈക്കോ ഡൈനാമിക്സും അതേ സെയിം പ്രിൻസിപ്പിളാണ് നമ്മൾ മാസ്റ്ററിൽ ചെയ്യുന്നത്. ഈ ടൈം ലൈൻ തെറാപ്പി, ചൈൽഡ്ഹുഡ് ഇന്നർ സൈഡ്, അതൊക്കെ യൂസ് ചെയ്യും, സെയിം സാധനമാണ് ചെയ്യുന്നത്. പക്ഷെ ഡിഫറൻസ് പറയണോ? അതാണ് സെയിം പ്രിൻസിപ്പിളും എല്ലാം സെയിം ആണ്. പക്ഷെ ഫ്രോയിഡിന്റെ സൈക്കോ ഡൈനാമിക്സിൽ അവർ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഡീപ്പ് മൈൻഡിലേക്ക് ഇങ്ങനെ ഇറങ്ങി ഓരോ ഇതിലേക്ക് ഇറങ്ങി പോയിട്ട് ജസ്റ്റ് അതിലൂടെ നോക്കി പോയെന്നുള്ളൂ. പക്ഷെ നമ്മൾ NLP യൂസ് ചെയ്യുന്നത് സക്സസ്വാലിന്റെ തെറാപ്പി, ടൈം ലൈൻ തെറാപ്പിയിൽ ചെയ്യുന്നതെന്ന് വെച്ചാൽ സെയിം പ്രിൻസിപ്പിളിൽ നമ്മൾ ഓരോ ഇതിലും പോയിട്ട് നമുക്ക് എവിടെയാണോ ഡിസ്ട്രസ് ഉള്ള അവിടെ പോയിട്ട് അത് സോൾവ് ചെയ്തിട്ട് തന്നെ അടുത്തയിലേക്ക് പോകണം. ഫ്രോയിഡിന്റെ സൈക്കോ ഡൈനാമിക്സിൽ ചെയ്യുന്നത് ജസ്റ്റ് അവിടെ പോയി അത് സോൾവ് ചെയ്യാണ്ടാണ് അടുത്തയിലേക്ക് പോകുന്നത്, ഡീപ്പിലേക്ക് പോയിട്ട്. പക്ഷെ ഈ ടൈം ലൈനിൽ ഞാൻ മനസ്സിലാക്കിയെന്ന് പറയുന്നത് സെയിം പ്രിൻസിപ്പിളാണ്. പക്ഷെ നമ്മളിപ്പോൾ ഒരു ടൈം ലൈനിൽ ഇങ്ങനെ പോയിട്ട് അവിടെ എത്തിയിട്ട് ഇന്നേ സിറ്റുവേഷനിൽ ഒരു ഡിസ്ട്രസ് ഉണ്ട്, ഇന്നൊരു
ടൈം ലൈനിൽ ഒരു ഡിസ്ട്രസ് ഉണ്ട്. അപ്പൊ ആ ഡിസ്ട്രസ് സോൾവ് ചെയ്തിട്ടാണ് അടുത്തയിലേക്ക് പോകുന്നത്. ഞാനൊരു കാര്യം പറയട്ടെ, ഇപ്പൊ നിങ്ങളിതിപ്പോ പറഞ്ഞു ഇതെനിക്ക് പുതിയൊരു ഇൻസൈറ്റ് ആണ് ഈ ഒരു സാധനം. പക്ഷെ അന്ന് ഫ്രോയിഡ് ആ സൈക്കോ ഡൈനാമിക് കണ്ടുപിടിച്ചിട്ടെങ്കിൽ ഇന്ന് ഇങ്ങനെ ഒരു ടൈം ലൈൻ ഇല്ല. സത്യമാണ്. ടൈം ലൈൻ എന്ന് പറയുമ്പോൾ മോസ്റ്റ് മോഡേൺ ഉണ്ടാകുന്നത് ഗർഭപാത്രത്തില് ഒരു ഉമ്മ അല്ലെങ്കിൽ ഒരു അമ്മ ഗർഭം ചുമക്കുന്ന സമയത്ത് കുട്ടിക്ക് വല്ല നെഗറ്റീവും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ നെഗറ്റീവിനെ പോലും എടുത്തു കളയാനുള്ള തെറാപ്പിയാണ് ടൈം ലൈൻ എന്നുള്ളത്. പക്ഷെ അന്ന് സൈക്കോ ഡൈനാമിക് 1950 കാലഘട്ടത്തിൽ ഫ്രോയിഡ് കണ്ടുപിടിച്ചത് കൊണ്ടല്ലേ സർ ഇപ്പൊ പറയുമ്പോ എന്റെ മൈൻഡിൽ അതിന്റെയാ വന്നത്. കാരണം ഇവർക്കിത് ഡീപ്പ് എന്ന് പറയുന്നത് അതെ ഇവർക്ക് പിന്നെ ഇവിടുന്ന് മുതൽ ബാക്കി കണ്ടുപിടിച്ചാൽ മതി. ഫ്രോയിഡ് പോവാനുള്ള ടെക്നിക്ക് വരെ കണ്ടുപിടിച്ചു. സൈക്കോ ഡൈനാമിക് തിയറി എന്ന് വെച്ചാൽ ചൈൽഡ്ഹുഡിലുള്ള വിഷയങ്ങളാണ് ഭാവിയിലുള്ള പെരുമാറ്റമായിട്ട് വരുന്നത്. അപ്പൊ അവരങ്ങനെ ഡീപ്പിലേക്ക് പോകുന്നു, ഫ്രീ അസോസിയേഷൻ വഴി ഡീപ്പിലേക്ക് പോകുന്നു. പിന്നെ അതിനെ കണ്ട് മനസ്സിലാക്കി പിന്നെ റിലാക്സേഷൻ കൊടുക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാല് റിലാക്സേഷൻ ഇല്ലല്ലോ. തിരിച്ച് അവയർനെസ് അവര് അവയർനെസ് എത്തിക്കഴിയുമ്പോ തന്നെ 50% പ്രശ്നം മാറും. പക്ഷെ അത് മോസ്റ്റ് മോഡേണിലേക്ക് എത്തിയപ്പോ ഇപ്പൊ പറഞ്ഞ ടൈമിലേക്ക് എത്തിയപ്പോ ഇത് സംഭവിച്ചെന്ന് പറഞ്ഞാല് അവിടെ നിന്നുകൊണ്ട് ആ 7 വയസ്സോ 5 വയസ്സിൽ നിന്നുകൊണ്ട് അവിടുന്ന് റിലാക്സേഷൻ ടെക്നിക്ക് യൂസ് ചെയ്തിട്ട് അന്ന് സംഭവിച്ച വിഷയത്തിന് കൗണ്ടർ ആക്ഷൻ കൊടുത്തിട്ട് എന്ത് ചെയ്യാണ് അവിടെ പോസിറ്റീവാക്കി മാറ്റുമ്പോൾ ഇപ്പത്തെ ആള് പോസിറ്റീവായിട്ട് വരിക. സൈക്കോ ഡൈനാമിക്കിന്റെ ഒരു മോഡേൺ മോഡേൺ ഭാവിയിൽ ഇതൊക്കെ റിസർച്ച് ആയിട്ട് വരും.